സംഗീത സംവിധായകൻ ശ്രീ ജി കെ ഹരീഷ് മണി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ ജി കെ ഹരീഷ് മണി. ഇവിടെ ദാസേട്ടൻ്റെ സുദിനത്തിൽ ദാസേട്ടനെ കൊണ്ട് നിരവധി പാട്ടുകൾ പാടിപ്പിച്ച ഒരു സംഗീത സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തെ അടക്കം പാടിപ്പിച്ച ഒരു സംഗീത സംവിധായകനെയാണ് നമുക്ക് മുന്നിൽ ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ ഒരു അനുഭവം, ഒരു കാര്യങ്ങളൊക്കെ എത്രത്തോളം സന്തോഷത്തെയാണ് ഈ ഒരു സുദിനത്തിൽ ഓർത്തെടുക്കുന്നത്? ഞാൻ ആദ്യമായി എൻ്റെ സംഗീത ഈശ്വരൻ ഗാനഗന്ധർവൻ ദാസായത്തിന് എൻ്റെ ആയുരാരോഗ്യ സൗഖ്യവും എല്ലാം നേർന്നുകൊണ്ട് ജന്മദിനാശംസകൾ 84 ജന്മദിനാശംസകൾ നേരുന്നു. അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്ത കാര്യം പറയുമ്പോൾ എനിക്കത് ഇന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചെന്നൈയിലാണ് റെക്കോർഡ് ചെയ്തത്. പ്രോഗ്രസ് സൂപ്പർ എന്ന ഫിലിമില് 2012 കോടി 2013 ഫിലിം ഇറങ്ങിയത്. അതിന്റെ അനുഭവം എന്ന് പറയുന്നത് അതിലെ ലാസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ONV സാറ് ലാസ്റ്റ് എഴുതി ഗാനഗന്ധർവൻ പാടിയ ഒരു കോമ്പിനേഷനിലെ ഒരു സോങ് ആണ് അത്. ചക്രവർമ്മ സാഗൻ സാറായിരുന്നു അതിന്റെ ഡയറക്ടർ. സാറ് പാടിക്കാനായിട്ടല്ല, എന്റെ ട്യൂൺ സാറ് പാടി തരണമല്ലോ. അതിലെ പറയാൻ പറ്റി നമുക്ക് പാടിക്കാനുള്ള ഒരു അർഹതയില്ല. കാരണം അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തെറിച്ചു വീഴുന്ന സംഗീതത്തിന്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു പോയിന്റ് സംതിങ് പോലും എനിക്ക് അറിയില്ല, ഇപ്പോഴും അറിയില്ല, സംഗീതത്തെ കുറിച്ച് അറിയില്ല. അത് ഞാൻ ചെയ്ത പാട്ട് രാഗം ബേസ്ഡ് ആണ്, ദർബാരി കേരളമാണ്. അതുപോലെ എനിക്ക് പൂർണ്ണമായിട്ട് ആ രാഗത്തെ കുറിച്ച് അറിയില്ല, പ്രോമിസ്. അപ്പോൾ ഞാനത് ചെന്ന് സാറിനെ പഠിപ്പിക്കുമ്പോൾ തന്നെ സാർ ആദ്യം ലിറിക്സ് എഴുതിയതിനു ശേഷം ട്രാക്ക് കേട്ടു. അപ്പൊ ട്രാക്ക് കേട്ടപ്പോ എന്നോട് സാറ് ചോദിച്ചു, ഇതാരാ ട്രാക്ക് പാടിയെന്ന് ചോദിച്ചു. ഞാൻ പ്രൊഫസർ ഞാനാണ് പാടിയിരിക്കുന്നത്. ഗുഡ്, അപ്പൊ പാട്ടുകാരനാണല്ലോ, അപ്പൊ പിന്നെ ഇനി ട്രാക്ക് കേൾക്കണ്ട, താങ്കളെന്ന് പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ആ സമയത്ത് എന്തൊക്കെ തോന്നി എന്നുള്ളതിന്റെ എല്ലാം പോയി. ടോട്ടലി ഞാൻ അപ്സെറ്റ് ആയി. കാരണം അദ്ദേഹത്തെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാല് ചിന്തിക്കാൻ പറ്റാത്തൊരിതാണ്. അത്രയും സംഗീത ലോകത്ത് വിരാജിക്കുന്ന ഒരു സംഗീത സാഗരത്തിന് മുന്നിലാണ് നമ്മളൊക്കെ ഇങ്ങനെ തൊടുകയോടെ നിൽക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു സംഗീത രംഗത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം വലിപ്പ ചെറുപ്പമില്ലാതെ ഈ സംഗീതത്തെ കാണുന്നു, അത് പാട്ടുകാരെ കാണുന്നു, സംഗീത സംവിധായകരെ കാണുന്നു, എഴുത്തുകാരെ കാണുന്നു എന്നാണ്. അത് തന്നെയാണ് താങ്കളുടെ അനുഭവം താങ്കൾ പങ്കുവച്ചതും. ഇവിടെ ആ ഒരു സമയത്ത് ഇപ്പോൾ യേശുദാസ് ആണ് ഈ തൻ്റെ എൻ്റെ പാട്ട് പാടുന്നത്, അദ്ദേഹം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പരിഭ്രമം സ്വാഭാവികമായി നമുക്കുണ്ടാവും. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലും പെരുമാറ്റവും ഒരു തരത്തിലായിരുന്നു. അതാണ് ഞാൻ ഇപ്പൊ പറയാൻ വന്നത്. കാരണം സാറ് വരുമ്പോ തന്നെ ഞാൻ അതിന് പുറത്ത് സാറ് കാറിൽ ഇറങ്ങുമ്പോൾ ചെന്ന് തൊട്ടുതൊടാനായിട്ട് പോയി. അപ്പം നിരവധി തവണ സാറിന് നേരിട്ട് അല്ലാതെ പ്രോഗ്രാമിനൊക്കെ കണ്ടിട്ടുണ്ട്. പോയപ്പോ സാറ് പറഞ്ഞു, ഇപ്പൊ ഇവിടെ വെച്ചത് അത് സ്റ്റുഡിയോയ്ക്കകത്ത് നമുക്ക് പോയിട്ട് തൊട്ടു തൊഴാം, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആദ്യം ഒരു കോമിക്കായിട്ടാണ്, നല്ലൊരു കോമഡി പറഞ്ഞിട്ടാണ്. അപ്പോ സൗണ്ട് എഞ്ചിനീയറോട് ഞാൻ ചോദിച്ചു, നമ്മൾ കേട്ടിട്ടുള്ളത് മിക്കവാറും മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഈ ഇടക്കാലങ്ങളിലൊന്നും നേരിട്ട് പാടിയിട്ടില്ല, സാറിന്റെ ട്രാക്ക് കേട്ട് പാടി അയച്ചു കൊടുക്കുന്നതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം. ഞാൻ ചോദിച്ചു, ഇങ്ങനെ പാടണം, അത് സാറിന്റെ ഇന്നത്തെ മൂഡ് പോയിട്ടില്ല, ചിലപ്പോൾ നിങ്ങൾ സാറ് പാടിയതിനു ശേഷം കേൾക്കാൻ പറ്റില്ല. ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ സാറിന് ഇന്നും ഇനി എന്റെ തലമുറകൾ ചെയ്ത ഒരു പുണ്യമാണ്. കാരണം ഇത്രയും മഹാനായ ഒരു പാട്ടുകാരൻ, അതിനുശേഷം ദാസാറ് കഴിഞ്ഞാല് SPB സാറും ജയേട്ടനും ഒഴികെ ബാക്കി 99% പാട്ടുകാർ എന്റെ സംഗീതത്തിൽ പാടിയിട്ടുണ്ട്, പല പടങ്ങളിലും അല്ലാതെ നോൺ ഫിലിം സോങ്സ്. ഇവരിലെല്ലാം ഏറ്റവും കൊച്ചുകുട്ടിയാണ് ദാസാറ്, എളിമയിൽ. അത് പലരും അഹങ്കരിക്കുന്നത് പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ പുള്ളിക്കാരൻ ഒരു കൊച്ചുകുട്ടി ഇരുന്ന് പാടാൻ, തുടക്കക്കാരൻ വന്നിരുന്ന് പാടുന്നത് പോലെയാണ് ഒരു ഭവ്യതയുള്ളത്. അപ്പൊ ഞാൻ സാറിന് ലിറിക്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഞാൻ നിന്നിട്ടാണ് പറയുന്നത്, സാർ ഇങ്ങനെ കസേരയിൽ. അപ്പൊ എന്നോട് ചോദിച്ചു, താങ്കളല്ലേ മ്യൂസിക് ഡയറക്ടർ? ഞാൻ പറഞ്ഞതെ. സാർ എണീറ്റ് അടുത്ത് കിടന്ന് ചെയറെടുത്ത് ഇട്ടിട്ട് തുടങ്ങി ഇവിടെ ഇരുന്ന് പറഞ്ഞാന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര ഒരു അനുഭവം. അത് പറഞ്ഞു കൊടുത്തതിന് ശേഷം പാടാനായിട്ട് പോകുമ്പോൾ സാറ് ബൂത്തിൽ കയറി, ഞാൻ കൺസോളിൽ ഇങ്ങനെ കൈ കെട്ടി നിൽക്കുകയാണ്. സൗണ്ട് എഞ്ചിനീയർ ഇരിപ്പുണ്ട്, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പൊ സാറ് ചോദിച്ചു, താങ്കൾ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, അവിടെ ഇരിക്കണം, എനിക്ക് സംശയം വരുമ്പോൾ ചോദിച്ചാൽ പറഞ്ഞു തരണ്ടേ, അവിടെ ഇരുന്ന് ആസ്വദിക്കും.
അതുപോലെ തന്നെ ഓപ്ഷൻസ് പാടിയതിനു ശേഷം മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ മതി. അല്ല താങ്കളുടെ മനസ്സിലുള്ള സംഗീതമാണ് എനിക്ക് വേണ്ടത്. ഞാൻ എന്റെ ഇഷ്ടത്തിന് കുറച്ച് മാറ്റിപ്പാടും, അത് ഓപ്ഷനായിട്ട് വെച്ചാൽ മതി. താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്? ഇതുപോലെ ലോക ചരിത്രത്തിൽ ഇത്രയും വലിയൊരു എന്താ പറയുക, ഇത്രയ്ക്കും വലിയൊരു കലാകാരൻ, ഒരു ഇതിഹാസ ഗായകൻ, അദ്ദേഹം ഇങ്ങനെ എന്നെ പോലെ സംഗീതത്തിൽ ഒന്നുമല്ലാത്ത ഒരു വ്യക്തിയുടെ മുമ്പിൽ എളിമ കാണിച്ചെന്ന് പറഞ്ഞാല് അത് ഞങ്ങളുടെ എന്നല്ല, എന്റെ മാത്രമല്ല, വളർന്നു വരുന്ന എല്ലാ കലാകാരന്മാർക്കും, പാട്ടുകാർക്കും, സംഗീത സംവിധായകർക്കും. ശരിയാണ്. അത് തന്നെയാണ് കെ ജെ യേശുദാസ് എന്നുള്ള അതുല്യ പ്രതിഭയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്.